ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കാലത്ത് കാസ്റ്റ് സിസ്റ്റം ഇല്ലാതെ ആയാൽ ശരിക്കും ഒരു ഹിന്ദു രാഷ്ട്രം എന്ന് അപ്പോൾ വേണം പറയാൻ. ഹിന്ദു രാഷ്ട്രം ഉണ്ടാകും. അതാണ് കാസ്റ്റ് എല്ലാം പോയി കഴിയുമ്പോൾ. RSS അതിനു വേണ്ടിയാണല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്സിസ്റ്റ് ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയാണ്. RSS ഈ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഓരോ അസോസിയേഷനും ഓർഗനൈസേഷനും ഓരോ പേര് പറയുമ്പോൾ അത് അവർ സിൻസിയറായിട്ട് പറയുകയാണോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യം. പക്ഷെ RSSൽ ഇങ്ങനെ ജാതിമതഭേദമന്യേ പ്രീസ്റ്റ്ഹുഡിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ടെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ചെയ്യണം, ക്ലെയിം ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കുന്നുണ്ടോ എന്നുള്ളത്. ഈ ഒരു കാസ്റ്റ്ലെസ് സൊസൈറ്റി ആണ് ശരിയായ ഹിന്ദുരാഷ്ട്രം എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അതിനൊരു നാരോ ഡെഫിനിഷൻ കൊടുക്കരുത്. നമ്മുടെ ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എസെൻസ് ഓഫ് ദ ഏൻഷ്യൻ ടീച്ചിങ്സ് വരുന്നത് അപ്പോഴേ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു വാട്ട് ഈസ് ദ ക്വാളിഫിക്കേഷൻ? സപ്പോസ് ഞാൻ ചോദിക്കട്ടെ, എൻ്റെ കൂടെ എൻ്റെ സ്കൂളിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടായിരുന്നു, ബ്രാഹ്മിൻസാണ് അവർ. ഇന്ന് ഞാൻ അവരെ മീറ്റ് ചെയ്യാറുണ്ട്. കുറേയൊക്കെ വിക്കറ്റ് വീണു ഉള്ളതെല്ലാം. അപ്പോൾ അവരെ മീറ്റ് ചെയ്യുമ്പം അവർ ഒരു ബ്രഹ്മണിക്കൽ ലൈഫും ജീവിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു ഇതേ ഇല്ല അവരുടെ കയ്യിൽ. ഞാനാണ് അതിനെക്കാട്ടും ബെറ്ററായിട്ട് ജീവിക്കുന്നത്. ഞാൻ ഈ വർണ്ണത്തിലും ഇല്ലാത്ത ഒരു മനുഷ്യനാണ്, ഔട്ട്സൈഡ് മ്ലേച്ഛൻ അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ക്വാളിറ്റി കൊണ്ട് ഡിഫൈൻ ചെയ്യുന്ന സംഭവം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് കൊണ്ടുവന്നാലേ, when I say Hindu, don't think of Hindu Rashtra as a political statement. അതല്ല, എ സെൻസ് ഓഫ് ഹിന്ദു ടീച്ചിങ്സ് മനസ്സിലാക്കി ഏകം സത് വിപ്ര ബൗദ്ധ വേദന്തി എന്ന ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്ന മനസ്സിലാക്കി ജീവിക്കും. അതിനെയാണ് ഞാൻ പറഞ്ഞത് ഹിന്ദു രാഷ്ട്രം. ഇപ്പോൾ അമേരിക്ക ക്രിസ്ത്യൻ രാഷ്ട്രം എന്ന് ഓപ്പണായിട്ട് പറയാൻ പറ്റൂല, പക്ഷെ ആണ് ഒരു വിധത്തിൽ. അങ്ങനെയാണ് എൻ്റെ ഹിന്ദു എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ സനാതനമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ, അല്ലാതെ ഒരു നാരോ സ്കോപ്പ് ഇല്ല. അതെ, ജാതി ഇല്ലായ്മ അല്ല. എപ്പോഴും ചില ആളുകൾ ചില കാര്യത്തിന് വേണ്ടി ക്വാളിഫൈഡ് ആയിരിക്കും. അല്ല, ഒരു മിനിറ്റ്. അപ്പോൾ അവരെ അതിലേക്ക് ട്രെയിൻ ചെയ്യാൻ ഈസി ആയിരിക്കും, ശരി, സമ്മതിച്ചു. പക്ഷേ അത് ഹെറിഡിറ്ററി ആകുമ്പോഴാണ് പ്രോബ്ലം. ഞാൻ പറഞ്ഞതിന് കുറച്ച് വ്യത്യാസമുണ്ട്. അത് ഹെറിഡിറ്ററി. ഇപ്പം ഞാൻ ഒരു പൂജാരിയാണ്, എനിക്ക് പൂജ ചെയ്യാൻ അറിയാം, ഞാൻ വേദങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, ശരി, ഓക്കെ. ഇപ്പം എൻ്റെ മകൻ അങ്ങനെ തന്നെ ആവണമെന്നില്ല, പക്ഷേ ഞാൻ എൻ്റെ മകനെ അത് ഇങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യും. ഇവിടെയാണ് പ്രോബ്ലം. എന്തുകൊണ്ടാണ് ക്വാളിഫൈഡ്? ഇല്ലില്ല. ഈ ക്വാളിഫൈഡ് എന്തെന്നറിയാമോ? അവർ കൊച്ചിലെ തന്നെ ലൈഫിൽ വീട്ടിലൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്ത് വരുന്നവരാണ്. അതുകൊണ്ടാണ് ക്വാളിഫൈഡ്. വെച്ചാൽ ദേ നോ വാട്ട് ടു ഡു, ദേ അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ ഒരു പുറത്തൊരാളെ കൊണ്ടുപോയി പുതിയതായിട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ചെയ്യണം. അനിൽ ചോദിച്ചത് ഈ മുൻകാലങ്ങളിൽ ഈ നമ്മുടെ ഒരാൾ പൂജാരി ആകുന്നു എന്ന് പറയുകയും ഇത്തരം വേദങ്ങൾ പഠിക്കുകയും ചെയ്യുന്നത് അവർണ സമുദായത്തിൽപ്പെട്ടവൻ അത് പഠിക്കാൻ കഴിയാതെ അവനെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ടാണ് അയാളുടെ മക്കൾ പൂജാരിമാരാവുന്നത്. ആ തടസ്സം ഇല്ലാതാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം. ശ്രീനാരായണ ഗുരുസ്വാമി ഒരു ഇതെന്നായിരുന്നല്ലോ സെറ്റപ്പ്. അദ്ദേഹം നോർമൽ രീതിയിൽ സംസ്കൃതം പഠിക്കാനുള്ള സാധ്യതയില്ല, പക്ഷേ വൈദ്യരായിരുന്നു. സുശ്രുത സംഹിതയും ചരക സംഹിതയും എല്ലാം സംസ്കൃതത്തിലാണ്. വൈദ്യരെ അത് പഠിക്കാതെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ചട്ടമ്പി സ്വാമി എൻകറേജ് ചെയ്തു പഠിക്കാൻ. പാഠശാലയിലെല്ലാം കൊണ്ടുപോയി പഠിക്കാൻ പറഞ്ഞു സംസ്കൃതം. പഠിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ ഡെപ്ത് മനസ്സിലായോ? അപ്പോൾ ശരിക്കും നമ്മൾ ശ്രീനാരായണ ഗുരു നോക്കുമ്പം അദ്ദേഹം തികച്ചും ശ്രീനാരായണ ഗുരുയുടെ ഏതെങ്കിലും ആശ്രമത്തിൽ സിസ്റ്റം ലെവലിൽ നോൺ വെജിറ്റേറിയൻ ഫുഡ് സെർവ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഇല്ല. അല്ല, അങ്ങനെയല്ല.
ഞാൻ പറയുന്നത് ബ്രാഹ്മണ ഗുണങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അല്ല, അവിടെയാണ് ഈ പ്രശ്നം. ഈ ബ്രാഹ്മണ ഗുണങ്ങൾ നമ്മൾ ഡിബേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ എക്സ്ക്ലൂസിവിറ്റി എടുക്കുകയാണ്. അതായത് എക്സ്ക്ലൂസീവ് അല്ല. ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റിനെ പറ്റി സയൻറ്റിഫിക് ഫാക്ടേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ സയൻറ്റിഫിക് ടേൺ ഓഫ് മൈൻഡ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു എക്സ്ക്ലൂസീവ്നെസ് അല്ല. അൺഫോർച്ചുനേറ്റ്ലി ഓൺലി സം പീപ്പിൾ ക്യാൻ ക്വാളിഫൈ ഫോർ ഇറ്റ്. മനസ്സിലായോ? അപ്പോൾ അവിടെ അവരെല്ലാ രീതിയിലും പൂജ പഠിപ്പിക്കുന്നുണ്ട്, ചാൻറ്റിങ് പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നാരായണ ഗുരുസ്വാമി നോർമലി അത് മാത്രമല്ല, അദ്ദേഹം ടയ്യാവോടുത്ത് പോയി യോഗ പഠിച്ചു. കുണ്ടലിനി യോഗയെ പറ്റിയാണ് ആട് പാമ്പേ നീ ആട് പാമ്പേ എന്ന് എഴുതിയിരിക്കുന്ന പാട്ട്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞ് എന്തുകൊണ്ടാണ്? മൈൻഡ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടാണ്. ഈ മൈൻഡ് എക്സ്പാൻഷൻ ആർക്കും ഉണ്ടാക്കാൻ സാധിക്കും. അതിനുള്ള പൊട്ടൻഷ്യലുണ്ട്. പക്ഷെ ചിലപ്പോൾ ഫുൾ പൊട്ടൻഷ്യൽ ഗ്രോ ചെയ്തില്ല എന്ന് വരും എന്നാണ് ഞാൻ പറയുന്നത്. മനുഷ്യൻ്റെ പൊട്ടൻഷ്യലാണ്, അല്ലാതെ ഒരു കാസ്റ്റിൻ്റെ പൊട്ടൻഷ്യൽ അല്ല. പിന്നെ അവർ കുറച്ചുകൂടി ഈസി ആയിട്ട് പിടിക്കുന്നതെന്ന് വെച്ചാൽ കൊച്ചിലെ ഇത് കേട്ട് ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. So again, one more thing. ഈ സയൻസ് വേഴ്സസ് സ്പിരിച്വാലിറ്റി എന്നൊരു സംഭവം. Because ഈ സയൻസ് is logic, spirituality is faith. So often the സ്പിരിച്വാലിറ്റി is faith, based on faith. അല്ല, At least religion. Religion is religion is yes. So how can a person with a scientific mind be spiritual at the same time? Or because of the fact that spiritual is not non-scientific, religion may appear to be based on faith. Now, the theory is, നമ്മൾ പറയണ്ട റിലിജ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ വേദക് റിലിജ്യനും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ. ഋഗ്വേദത്തിൽ ഏറ്റവും ഫേമസ് മന്ത്രം എന്തെന്നാണ്? ഗായത്രി. ഗായത്രിയിലെ അവസാനത്തെ സെൻറ്റൻസ് എന്തെന്നാണ്? ധിയോ യോ ന പ്രചോദയാത് മേ മൈ ഇൻ്റലിജൻസ് ബി സ്റ്റിമുലേറ്റഡ്. ഫെയ്ത്ത് ബി സ്റ്റിമുലേറ്റഡ് എന്നല്ല, മേ മൈ ഇൻ്റലിജൻസ് ബി സ്റ്റിമുലേറ്റഡ്. ധിയോ യോ ന പ്രചോദയാത്. അപ്പോൾ തിയറി എന്താണെന്ന് വെച്ചാൽ, there are many things which the ordinary brain in its present capacity can explore. The most intelligent person quickly realizes the limitations of so-called ordinary thinking. There are other modes of thought and experience which are outside the systemic things that we have built up. The way these things go is like, ഇപ്പോൾ നമ്മൾ നോർമലി 4 + 4 8 എന്നുള്ളത് ഒരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്. In this field 4 + 4 may be 9. You say how? Because it's very similar to quantum. Non-scientifically, the most intelligent person soon realizes the limitations of his so-called pseudo-scientific thought and then goes beyond it. ഫെയ്ത്തിൽ തന്നെ ബേസ് ചെയ്യണമെന്നില്ല. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹൈപ്പോത്തസിസാണ്. പൈത്തഗോറസ് തീരം ഉണ്ടല്ലോ, പല തീരവും ഇല്ലേ ജോമെട്രിയിൽ, അതിനൊരു ഹൈപ്പോത്തസിസ് ഇല്ലേ? ഹൈപ്പോത്തസിസ് വെച്ചിട്ടല്ലേ പിന്നെ നമ്മൾ ഡ്രോ ചെയ്ത് അതിനെ പ്രൂവ് ചെയ്യുന്നത്. പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ട്രൂ, പ്രൂവ് ചെയ്താൽ ഇറ്റ് ഇസ് ട്രൂ. ഹിയർ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തസിസ് ആണ്, നോട്ട് ബിലീഫ്. സ്പിരിച്വാലിറ്റിയും സയൻസും ഒരുമിച്ച് പോകാൻ പറ്റും. ഒരുമിച്ച് പോകണം. ഒരു കാലത്ത് എനിക്ക് തോന്നുന്ന പോയിരുന്നു, ഇനിയും അതുപോലെ തിരിച്ചു വരണം. സൂഡോ സ്പിരിച്വാലിറ്റി സയൻസ് എന്ന് പറയുന്നുണ്ട്, അത് സൂക്ഷിക്കണം നമ്മളെപ്പോഴും. എന്താ ഉദ്ദേശിക്കുന്നത്? അതിനെ ഞാൻ മുഴുവൻ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു ബുക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാം, ഒന്ന് വായിക്കണം. അതിൻ്റെ പേര് സയൻസ് ഗുഡ് ബാഡ് ആൻഡ് ബോഗസ് ബൈ മാർട്ടിൻ ഗാർഡനർ. മാത്തമെറ്റീഷ്യനായിരുന്നു. ഇപ്പം ചിലപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ സയൻറ്റിഫിക് ആയിട്ടാണ് ഈ ഗുരുക്കന്മാർ സാധാരണ ഒരു 10 വാക്ക് സയൻസിൻ്റെ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയണ എല്ലാം അബദ്ധമാണ്. പക്ഷേ അത് തുടങ്ങുമ്പോൾ ഈ വാക്ക് അങ്ങോട്ട് ഇട്ടതുകൊണ്ട് എല്ലാവരും അത് മുഴുവൻ അങ്ങ് ബിലീവ് ചെയ്യും. പറയുന്നത് മനസ്സിലായോ? ഇതെല്ലാം അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ സെൻറ്ററിൻ്റെ പേര് തന്നെ സെൻറ്റർ ഫോർ, ഇതൊരു യോഗ റിസർച്ച് ഫൗണ്ടേഷനായിട്ടാണ് ഞങ്ങളിത് നടത്തുന്നത്. അവിടെ ആരും ഒന്നും അക്സെപ്റ്റ് ചെയ്യണ്ട. പ്രാക്ടീസ് യോഗ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് തന്നെ EEG എല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, വ്യത്യാസമുണ്ടോ ഇല്ലേ. ഇൻ ഷോർട്ട്, ടുഡേ
with modern science, nobody can fake samadhi. വ്യത്യാസം വരും. ഉടനെ MRIയിൽ നോക്കിയാൽ അറിയാം ചുമ്മാ ഇരിക്കുന്നു പറയുന്നതാണോ. So you spoke about different words. നമ്മുടെ ബുക്കിൽ തന്നെ ഉണ്ട്, അല്ലാണ്ട് തന്നെ you speak about it. About നാഗലോക, you have met the Naga. അങ്ങനെ ഒരു അതെല്ലാം മസാലയാണ്, അതിനെപ്പറ്റി പറയുക. പാസ്റ്റ് ലൈഫ് റീകോൾ ചെയ്തിട്ടുണ്ടെന്ന് വായിച്ചു. സയൻസുമായിട്ട് എങ്ങനെ പോകാൻ what we Only reason is science also has a prejudice. Science also has a prejudice. They are not ready to accept something which is beyond what they have defined as science. ഞാൻ പറയുന്ന സയൻസിൻ്റെ ഡെഫിനിഷനും മാറ്റേണ്ട സമയമായി. Just as we need to change the definition of a human being today, and religion and spirituality, അതിനും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപർണ ചോദിച്ച ചോദ്യത്തിന് താങ്കളുടെ ഓട്ടോബയോഗ്രഫി ഒരു ഫാന്റസി നോവൽ എന്ന് പറയുന്നവരുണ്ട്. ഞാൻ കുട്ടികളത്തൊക്കെ പറയുന്നത് ഹാരി പോട്ടർ വായിക്കുകയാണെങ്കിൽ ഇതും കൂടെ വായിച്ചു തോന്നും. കാരണം ചിലപ്പം ഫിക്ഷൻ വഴി ട്രൂത്ത് ബെറ്റർ മനസ്സിലാവും ആളുകൾക്ക്. ഫിക്ഷൻ ആണെന്നല്ല പറയുന്നത്. It looks like that ചില സമയത്ത്. Because why? Because we cannot think of something like that. I'm trying to say that there are some things like that. Let us keep our mind open. ഇതാണ് എൻ്റെ. But what is it? Is it hallucination that, or is it actually, was it reality that you went to a cave and you actually found the Naga? Look, I don't take narcotics. Unlike many sadhus who smoke ganja, I don't have alcohol. I don't go അയാ ഹുസ്ക എന്നൊക്കെ പറയുന്നതൊന്നും ഞാൻ കഴിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഈ റിലേറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം ഞാൻ കണ്ടിട്ടുള്ളതും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് റിയലാണ്, അത് നിങ്ങൾക്ക് റിയലാണ്. സംടൈംസ് വൺ പേഴ്സൺസ് റിയാലിറ്റി മേ നോട്ട് ബി അതർ പേഴ്സൺസ് റിയാലിറ്റി. ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യങ്ങളല്ലേ. അങ്ങ് ഇസ്ലാം മതത്തിലാണ് ജനിച്ചത്. ആ ഒരു കുടുംബ അന്തരീക്ഷത്തിലാണ് ജനിക്കുകയും പിന്നീട് ഒരു ഹിന്ദു സന്യാസ പാരമ്പര്യത്തിലേക്ക് മാറുകയും ചെയ്തു. കൺവേർട്ട് ചെയ്തിട്ടില്ല, ഇല്ല, മാറുകയും ചെയ്തു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ സ്വാഭാവികമായിട്ട് ഈ ഇസ്ലാം മത സാഹചര്യങ്ങളിൽ മതസംഘടനകളുണ്ടാവും, അവിടുത്തെ ഈ ക്ലർജി ഉണ്ടാവും, അവരിൽ നിന്ന് എങ്ങനെയായിരുന്നു ഒരു പ്രതികരണം? അവർക്കെല്ലാം എന്നോട് വലിയ ദേഷ്യമാണ് ജനറലി. പക്ഷേ ഞാൻ അവരെ ഒന്നും പറയാത്തതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യില്ല. പക്ഷേ ദേ കാൺട്ട് എഗ്രി വിത്ത് ദിസ്. കാരണം നോർമൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരാൾ പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബ്ലാസ്ഫമി അക്കോർഡിംഗ് ടു ശരീഅത്ത് ഇസ്ലാം. സൂഫീസിനെ വിടും, അത് വേറെ സെക്ഷൻ. അക്കോർഡിംഗ് ടു ശരീഅത്ത് ഇസ്ലാം, എനിബഡി ഹു ചേഞ്ചസ് ഹിസ് റിലിജൻ ഓർ ചേഞ്ചസ് ഹിസ് റിലീജിയസ് ബിലീഫ്സ് ഇസ് പണിഷബിൾ ബൈ ഡെത്ത്. അത്തരം ത്രെട്ട് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഐ ഡോണ്ട് കെയർ. ഐ ഡോണ്ട് കൺസിഡർ മൈസെൽഫ് വിത്ത് ദിസ് ബോഡി ഓൺലി. ഇതിനകത്തുള്ള എസെൻസ് ആണ് ഇസ് ദ റിയൽ മീ. അതിനെ ആരെ കൊണ്ട് കൊല്ലാൻ നോക്കില്ല, ഒന്നും ചെയ്യാൻ നോക്കില്ല. ഇതല്ലേ, അത് നടന്നോട്ടെ, നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യാം, അവരങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേ ഒരു പ്രാവശ്യം എൻ്റെ പുറത്തൊരു വളരെ സീരിയസ് ആയിട്ടൊരു അസോൾട്ട് നടന്നിട്ടുണ്ട് കുറേ വർഷം മുമ്പ്. അതിനെപ്പറ്റി ഞാൻ അധികം അങ്ങോട്ട് കേരളത്തിൽ അല്ല ഹിമാചലിൽ വെച്ച്. അത് പലരും പറഞ്ഞു ഇത് പാർലമെൻറ്റിൽ എടുക്കണം, ക്വസ്റ്റ്യൻ അവറിൽ. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ വിട്ടേച്ചാൽ മതി. ഡോണ്ട് മേക്ക് ഇറ്റ് ഇൻ ടു എ ബിഗ് ഇഷ്യൂ. വെറുതെ പിന്നെ അതൊരു പൊളിറ്റിക്കൽ ഇതായിട്ട് മാറും. അത് വേണ്ട, അത് വിട്ടേരെ. ആൻഡ് ഐ ഹാവ് നത്തിങ് അഗെയിൻസ്റ്റ് ദ ഫെലോസ് ഹു അറ്റാക്ക് മീ. ഈ കൊച്ചിലെ എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇങ്ങനെ ആയി പോകുന്നതാണ് അവർ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ ഐ ഫീൽ ബാഡ് ഫോർ ദം ആക്ച്വലി.